Surface integrals. We have discussed about surface integrals. Now we will look into a problem for finding surface integrals. So the question is, evaluate surface integral over s x z square ds, where s is that portion of the cylinder y equal to 2x square plus 1 in the first octant bounded by x equal to 0, x equal to 2, z equal to 4 and z equal to 8. സോ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് സെഡ് സ്ക്വയർ ഡി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദ സർഫസ് എന്താണ്? പോർഷൻ ഓഫ് ദ സിലിണ്ടർ y ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ പോർഷൻ ഇൻ ദ ഫസ്റ്റ് ഓക്ടൻറ്റിലുള്ള ഈ ഒരു സിലിണ്ടറിൻ്റെ പോർഷൻ, ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 4, സെഡ് ഈക്വൽ ടു 8. ഇപ്പോൾ നമ്മൾ വരഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സർഫസ് നമുക്ക് കിട്ടുക. ഇവിടെ ലൈറ്റ് ബ്ലൂ കളറിലുള്ള അതാണ് സർഫസ് സെഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് തന്നിട്ടുണ്ട് സർഫസ് y ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1, y ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ പോർഷനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സർഫസ് ഏത് ഫോമിലാണ്? y ഈക്വൽ ടു g ഓഫ് എക്സ് കൊമ സെഡ്, എക്സിൻ്റെയും സെഡിൻ്റെയും ഫംഗ്ഷനായിട്ടാണ് സർഫസ് y ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ x ഇസ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 0, z ഇസ് ഈക്വൽ ടു 4, z ഇസ് ഈക്വൽ ടു 8. അതിൻ്റെ എല്ലാം ഇടയിൽ ബൗണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള റീജിയൻ. അപ്പോൾ അത് ഈ ലൈറ്റ് ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് സർഫസ് എസ് എന്ന് പറയുന്നത്. ഇനിതാ സർഫസ് എസ്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു ദി എക്സ് സെഡ് പ്ലെയിൻ ആണ്. കാരണം y ഈക്വൽ ടു g ഓഫ് എക്സ് കോമ സെഡ് ആണ് തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ഇതിലേക്ക് എടുക്കുക ടു ദ എക്സ് സെഡ് പ്ലെയിൻ ആണ്. അതാണ് ഇത് ഈ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ റീജിയൻ ആർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെല്ലാം കിട്ടി. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ബൗണ്ടഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സെഡ് പ്ലെയിനിലാണ്. ഇവിടെ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നെടുക്കാം. സെഡിൻ്റെ ലിമിറ്റ് ഇതാ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു 4 ആൻഡ് സെഡ് ഈക്വൽ ടു 8. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള റീജിയൻ, ബൗണ്ടഡ് ബിറ്റ്വീൻ ദിസ് റീജിയൻ ആണ്. സോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആവും. പിന്നെ ഇത് എക്സ് സെഡ് ആർ എവിടെയാണ് കിടക്കുന്നത്? എക്സ് സെഡ് പ്ലെയിനിലാണ്. സോ എക്സിൻ്റെയും സെഡിൻ്റെയും ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ, റീജിയൻ ആർ എന്താണ്? ഈ രണ്ട് ഇത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ആണ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫോർമുല നോക്കുമ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് സെഡ് സ്ക്വയർ ഡി എസ് ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഓവർ എസ് ഓഫ് ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഡി എസ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം? ദിസ് വിൽ ബി ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് അല്ലേ. ഇവിടെ വൈ ഈക്വൽ ടു എന്താണ്? ഇസ് എ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് കൊമ സെഡ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് സെഡ് ആണ്. സോ വൈന് പകരം നമ്മൾ ജി ഓഫ് എക്സ് കൊമ സെഡ് റൂട്ട് ഓഫ് 1 പ്ലസ് ജി എക്സ്. ഇവിടെ എക്സിലും സെഡിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ജീനെ വിത്ത് റെസ്പെക്ട് ടു എക്സും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു സെഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ജി എക്സ് ഓഫ് എക്സ് കൊമ സെഡ് സ്ക്വയർ പ്ലസ് ജി സെഡ് ഓഫ് എക്സ് കൊമ സെഡ് സ്ക്വയർ ഡി എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ലിമിറ്റ് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ലിമിറ്റ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. അപ്പോൾ റീജിയൻ ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ജി എക്സും ജി സെഡും കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ y ഈക്വൽ ടു ജി ഓഫ് എക്സ് കൊമ സെഡ് ഈക്വൽ ടു എന്താണ്? 2x സ്ക്വയർ പ്ലസ് 1 ആണ്. സോ ഫസ്റ്റ് നമ്മൾ ജി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4x കിട്ടും. ആൻഡ് വിത്ത് ജി സെഡ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്താണ്? ഇവിടെ സെഡിൻ്റെ ടേമില്ല. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഡബിൾ ഇൻ്റഗ്രലിനെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി എക്സ് ജി ഓഫ് എക്സ് കൊമ സെഡ് എന്ന് പറയുന്നത് ഇതെന്താണ്? നമുക്ക് എന്തായിരുന്നു? സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് സെഡ് സ്ക്വയർ ഡി എസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ജി എന്താണ്? എക്സ് സെഡ് സ്ക്വയർ ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് സെഡ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഇപ്പോൾ 1 ഉണ്ട് പ്ലസ് ജി എക്സ് ഓഫ് എക്സ്
comma z. gx of x comma z നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 4x ആണ്, സ്ക്വയർ ഉണ്ട്. സോ 4x സ്ക്വയർ പ്ലസ് gz ഓഫ് എക്സ് സെഡ് എന്താണ് 0 പ്ലസ് 0 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് R റീജിയൻ നമ്മൾ കണ്ടു. അവിടുത്തെ ലിമിറ്റ് എന്ത് ചെയ്യുന്നു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ അതിവിടെ കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ 4 to 8 എക്സ് സെഡ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ ആണ്. സോ ദാറ്റ് വിൽ ബി 16x സ്ക്വയർ. ഇവിടെ ഫസ്റ്റ് 4 to 8 ആണ് ലിമിറ്റ് കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു dz ആൻഡ് ദെൻ വിത്ത് റെസ്പെക്ട് ടു dx. ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു dz ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻറ്റഗ്രൽ 0 to 2 എക്സ് എന്താവും കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അതേപോലെ റൂട്ട് 1 പ്ലസ് 16x സ്ക്വയർ അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. z സ്ക്വയർ dz എന്താ കിട്ടുക, z³ 3. ലിമിറ്റ് എന്താണ് 4 to 8. ഇവിടെ dx ഉണ്ട്, അത് ഇവിടെ കൂട്ടു dx. ഇവിടെ ഇതാ 1/3 ഉണ്ട്. അപ്പോൾ ഈ 1/3 നമ്മൾ പുറത്തേക്ക് എടുത്തു കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ. ഇനി നമ്മളിതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. z³ 1/3 ഓൾറെഡി പുറത്താണ്. അപ്പോൾ z³ ലിമിറ്റ് എന്താണ് 8³ മൈനസ് 4³ dx എന്ന് കിട്ടും. 8³ മൈനസ് 4³ നമുക്ക് 448 കിട്ടും. അതെന്താ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു 448/3. ഇനി എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ dx. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 പ്ലസ് 16x സ്ക്വയർ ഈക്വൽ ടു യു എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, 32x dx ഇസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. അതായത് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്താ എഴുതാം, du/32. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ലിമിറ്റും മാറ്റണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ യു ഈക്വൽ ടു എന്താ, യു ഈക്വൽ ടു 1 പ്ലസ് 16x സ്ക്വയർ ആണ്. സോ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ യു ഈക്വൽ ടു എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഇനി എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ യു ഈക്വൽ ടു എന്താണ് 1 പ്ലസ് 16x സ്ക്വയറിൽ എക്സ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഈക്വൽ ടു എന്ത് കിട്ടും, 65 എന്ന് കിട്ടും. സോ ലിമിറ്റ് എന്തായി 0 to 2 എന്നുള്ള ലിമിറ്റ് മാറി 1 to 65 എന്നാവും. So surface integral over s x z square ds will be എന്തായിരുന്നു 448/3 integral 0 to 2 x into root of 1 plus 16x square dx ആയിരുന്നു. അതിൽ നമ്മൾ എന്തെങ്കിലും ലിമിറ്റ് മാറ്റുക, 1 പ്ലസ് 16x സ്ക്വയറിന് പകരം എന്ത് കൊടുക്കുക, യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 448/3 ഇൻറ്റഗ്രൽ ലിമിറ്റ് എന്താണ് 1 to 65. 1 പ്ലസ് 16x സ്ക്വയറിന് നമ്മൾ എന്തായിട്ട് എടുത്തിരുന്നത് ഈക്വൽ ടു യു. സോ റൂട്ട് യു ഇൻറ്റു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു du/32. അപ്പോൾ അതിൽ 32/1/32 ഉണ്ട് ഇവിടെ. അതിന് നമ്മൾ കോമൺ ആയിട്ട് അതിന് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. സോ 448/3 ഇൻറ്റു 32 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 to 65 റൂട്ട് യു du എന്ന് കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 14/3 എന്ന് കിട്ടും. റൂട്ട് യു du എന്താണ് u⁵3/2/3/2. ലിമിറ്റ് എന്താണ് 1 to 65. ആൻഡ് അതിൽ 3/2 1/3/2 ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 28/9 ആവും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 65⁵3/2 മൈനസ് 1⁵3/2. സോ ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1627.26. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാസ് ഓഫ് ദ സർഫസ് of the paraboloid z equal to 1 plus x square plus y square in the first octant for 1 less than or equal to z less than or equal to 5 if the density at a point P on the surface is directly proportional to its distance from the xy plane. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, മാസ്സാണ്. മാസ് ഓഫ് ദ സർഫസ് ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ സർഫസ് എന്താണ്, ഒരു പാരബോളോയിഡ് ആണ്. z ഈക്വൽ ടു 1 പ്ലസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് പറയുന്ന ഒരു പാരബോളോയിഡ് ആണ്. അതിൻ്റെ എന്താണ് ഫസ്റ്റ് ഓക്ടൻറ്റിലുള്ള പോർഷൻ ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇങ്ങനെ ആയിട്ടുള്ള ഈ പാരബോളോയിഡിന് z ഇസ് ഈക്വൽ ടു 1 പ്ലസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് പറയുന്ന പാരബോളോയിഡിൻ്റെ മാസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡെൻസിറ്റി വേണം. സോ ഡെൻസിറ്റി തന്നിട്ടുള്ളത് എങ്ങനെയാണ്, ഈ ഡെൻസിറ്റി അറ്റ് എ പോയിൻ്റ് എന്താണ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി XY പ്ലെയിൻ. XY പ്ലെയിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിൻ്റെ ഡെൻസിറ്റി. ഓക്കെ, സോ മാസ് കാണാനുള്ള ഫോർമുല എന്താണ്, മാസ് m ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓവർ എസ് റോ ഓഫ് എക്സ് y z ds ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സർഫസ് ഇൻറ്റഗ്രലാണ്. അപ്പോൾ സർഫസ് ഇൻറ്റഗ്രലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ ആക്കിയിട്ടാണ് അത് ചെയ്യാറ് അല്ലേ. ഡബിൾ ഇൻറ്റഗ്രൽ ആകുമ്പോൾ എന്താണ് റീജിയൻ R എന്താണെന്ന് കാണാൻ, അതിൻ്റെ പ്രൊജക്ഷൻ R ടു ദി XY പ്ലെയിൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ എന്താണ് റോ ഓഫ് എക്സ് y z ദാറ്റ് ഈസ് അതിൻ്റെ ഡെൻസിറ്റി എന്താണെന്നും കൂടി കണ്ടുപിടിക്കണം.
അപ്പോൾ നമ്മൾ ആ സർഫസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക. ഈ ലൈറ്റ് ബ്ലൂ കളറിലുണ്ടല്ലോ, ഇതാണ് നമ്മുടെ പാരബോളോയിഡായിട്ട് വരുന്നത്. പാരബോളോയിഡ് z is equal to 1 plus x square plus y square പറയുന്നതാണ് ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് z വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്. z varies from z is equal to 1 to z is equal to 5. ഇവിടെ മുതൽ ഇവിടം വരെ z വേരി ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റീജിയൻ ആർ, അതിൻ്റെ പ്രൊജക്ഷൻ ടു ദി XY പ്ലെയിൻ എന്താണ്. ഇവിടെ z is equal to f of xy എന്നുള്ള ഫോമുലയിലേക്ക് കിടക്കുന്നത്, എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ്. സോ z എന്താണ്, z is equal to f of xy എന്നുള്ള ഫോമുല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊജക്ഷൻ ആർ ഓൺ ടു ഏത് പ്ലെയിനാണ് നോക്കുക, XY പ്ലെയിനാണ് നോക്കുക. അപ്പോൾ ഈ ഒരു റീജിയൻ അതിൻ്റെ ഭാഗമായിരിക്കും ഇവിടെ അതിൻ്റെ പ്രൊജക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം ഇതെന്താണ്, ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ദ സർക്കിൾ. ഇതിൻ്റെ ഈ അപ്പർ പോർഷനിൽ വരുന്ന ആ സർക്കിളിൻ്റെ പോർഷനായിരിക്കും ഈ താഴെ വരുന്ന ഇത്. അപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ എന്താണ് ആറായിട്ട് വരുന്നത് എന്താണ്, x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോർഷനായിരിക്കും റീജിയൻ ആർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ ആർ ഓൺ ടു ദി XY പ്ലെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സർഫസ് എസ് എന്താണെന്ന് കണ്ടു, പാരബോളോയിഡ് കണ്ടു, z 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് വേരി ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പ്രൊജക്ഷൻ, സർഫസിൻ്റെ പ്രൊജക്ഷൻ ടു ദി XY പ്ലെയിനും കണ്ടു അല്ല. അതെന്തായിരുന്നു, ദ സർക്കിൾ x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിൾ ആണ് അവിടെ, അതിൻ്റെ പ്രൊജക്ഷൻ ആർ ഓൺ ടു ദി XY പ്ലെയിൻ. ഓക്കെ, ഇനി ഡെൻസിറ്റി എന്താണെന്ന് നോക്കണം. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ XY പ്ലെയിൻ. അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം XY പ്ലെയിനായിട്ട് ഡെൻസിറ്റി എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് ഡെൻസിറ്റി റോ ആണെങ്കിൽ റോ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ XY പ്ലെയിൻ ടു ദ സർഫസ്. ആ സർഫസിലേക്ക് XY പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതെന്തായിരിക്കും, z ആയിരിക്കും അല്ലേ. അപ്പോൾ ആ റോ എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു z ആണ്. അങ്ങനെയാണെങ്കിൽ റോ ഓഫ് x, y, z ഈക്വൽ ടു എങ്ങനെ എഴുതാം, kz എന്ന് എഴുതാം. ബട്ട് k is the proportionality constant. ഓക്കെ, ഇപ്പോൾ റോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അത് എന്ത് ചെയ്യാം, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഫോർമുല ഫോർ മാസ് m ഈക്വൽ ടു എന്താണ്, സർഫസ് ഇൻ്റഗ്രൽ ഓവർ s റോ ഓഫ് x, y, z ds ആണ് അല്ലേ. റോ ഓഫ് x, y, z നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, kz ആണ്. സോ ഇത് അങ്ങനെ ആവും, ദിസ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓവർ s kz ds എന്ന് കിട്ടും. ഇനി ഇതെന്താണ്, സർഫസ് ഇൻ്റഗ്രലിനെ നമ്മൾ എന്താണ്, ഡബിൾ ഇൻ്റഗ്രൽ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ k ഇൻറ്റു z ഇസ് ഈക്വൽ ടു എന്താണ്, z ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് z ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് x, y. സോ z എന്താണ്, f ഓഫ് XY എന്ന് എഴുതാം. സോ k ഇൻറ്റു z എന്താണ്, f ഓഫ് x, y ഇൻറ്റു ഫോർമുലയിൽ എന്തെന്ന്, റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് x, y സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് x, y സ്ക്വയർ dA എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എക്സും എഫ് വൈയും എന്താണെന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടി എഫ് ഓഫ് XY എന്താണ്, 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ എഫ് എക്സ് ഓഫ് x, y എന്താവും, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x വി വിൽ ഗെറ്റ് 2x. ആൻഡ് എഫ് വൈ ഓഫ് x, y എന്താവും, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2y. അപ്പോൾ എഫ് എക്സും എഫ് വൈയും കിട്ടി, ഡെൻസിറ്റി എന്താണെന്നും കിട്ടി, ഡെൻസിറ്റി kz ആണെന്നും കിട്ടി. അപ്പോൾ ഇനി അത് എന്ത് ചെയ്താൽ മതി, അവിടെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എന്താണ്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്ന റീജിയൻ നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയണം. അപ്പോൾ ആറിൻ്റെ ലിമിറ്റ് എന്താണെന്ന് നോക്കണം. ആറ് നമ്മൾ പറഞ്ഞു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഓഫ് XY പ്ലെയിനിൽ വരുന്ന പോർഷനാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ ചെയ്യാൻ സുഖം പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. സോ വി വിൽ കൺവേർട്ട് ദിസ് ഇൻ ടു പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. പോളാർ കോർഡിനേറ്റ്സിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു എന്താണ്, ആർ സൈൻ തീറ്റ ആണ്. അപ്പോൾ അത് വെച്ച് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആർ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതായത് ആർ ഈക്വൽ ടു 2. സോ ആർ എവിടെ മുതൽ എവിടം വരെ, പോളാർ കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് ആറും തീറ്റയാണ്. ആർ എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നത്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ആൻഡ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓഫ് ദ XY പ്ലെയിനിലുള്ള റീജിയൻ ആണ് ആറ്. അപ്പോൾ ദെർഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്നും കിട്ടും. നമ്മളിതെല്ലാം ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, മാസ്
as m is equal to double surface integral over s rho of x, y, z ds ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ. അതങ്ങനെ തന്നെ വെച്ചു. ലിമിറ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ എന്താണ്, റോ ഓഫ് എക്സ്, വൈ, സെഡ് റോ ഓഫ് എക്സ്, വൈ, സെഡ് ഇസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുന്നത്, കെ സെഡ് ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സെഡ് എന്താണ് ഇവിടെ, സെഡ് ഇസ് ഈക്വൽ ടു ദ സർഫേസ് എന്തായിരുന്നു, ഇൻറ്റു 1 + x² + y² ആയിരുന്നു അല്ലേ. അപ്പോൾ അതിവിടെ കൊടുത്തു. കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഇൻറ്റഗ്രേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ എന്താണ്, സെഡ് 1 + x² + y² ഇൻറ്റു റൂട്ട് ഓഫ് 1 + fx of xy ഹോൾ സ്ക്വയർ. അപ്പോൾ എഫ് എക്സ് എന്തായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, 2x ആയിരുന്നു. സോ 2x ഹോൾ സ്ക്വയർ എന്ത് കിട്ടും, 4x² എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്, fy എന്തായിരുന്നു, 2y ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 4y² കിട്ടും, DA. ഇനി നമ്മളിതിൻ്റെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുകയാണ്. പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ ലിമിറ്റ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. ലിമിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. 0 ≤ r ≤ 2 ആണ്. ആൻഡ് 0 ≤ θ ≤ π/2 ആണ്. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ k ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/2 ഇൻറ്റഗ്രൽ 0 to 2 1 പ്ലസ് ഇൻറ്റു 1 പ്ലസ് ഇവിടെ എന്താണ്, പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്, വൈ ഈക്വൽ ടു എന്താണ്, ആർ സൈൻ തീറ്റ. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, r² cos² തീറ്റ പ്ലസ് r² sin² തീറ്റ എന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് r² കോമൺ എടുത്താൽ cos² തീറ്റ പ്ലസ് sin² തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 എന്ന് കിട്ടും. സോ ഇവിടെ എന്താണ്, 1 + x² + y² നമുക്ക് എന്താ എഴുതാം, r² എന്ന് എഴുതാം ഇൻറ്റു റൂട്ട് ഓഫ്, ഇവിടെ അതേപോലെ തന്നെ ഇതിൽ രണ്ടിലും 4 കോമൺ ആണ്. സോ നമുക്ക് 4നെ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും, x² + y² എന്ന് കിട്ടും. x² + y² എന്താണ്, r² ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 4r² എന്ന് കിട്ടും. ഇനി പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എന്തുണ്ടാവും, r dr dθ എന്നുണ്ടാവും. ഇനി നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 + 4r², റൂട്ടിൻ്റെ അടിയിലുള്ള 1 + 4r² ഇസ് ഈക്വൽ ടു u എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, 8r dr ഈക്വൽ ടു du എന്നും കിട്ടും. ഓക്കെ, ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ലിമിറ്റിൽ ഇവിടെ r = 0 ആകുമ്പോൾ നമ്മൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ r = 0 ആകുമ്പോൾ u എന്താണ്, u = 1 + 4r². സോ r = 0 ആകുമ്പോൾ u = എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഇനി അടുത്തത് r = 2. r = 2 ആകുമ്പോൾ u = 1 + 4 × 2² ദാറ്റ് ഈസ് 4 × 4 16 + 1 17. സോ u = 17 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് എന്തായി, ദിസ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു ഫസ്റ്റത്തെ ഇൻറ്റഗ്രൽ 0 to π/2 അവിടെ തന്നെ ഉണ്ട്, ഇൻറ്റഗ്രൽ 0 to π/2 0 to 2 ആറിൻ്റെ ലിമിറ്റാണ് മാറുന്നത്. സോ അവിടെ എന്താവും, ലിമിറ്റ് 1 to 17 ആവും. സോ ഇൻറ്റഗ്രൽ 1 to 17. അപ്പോൾ ഇവിടെ 1 + 4r² ആണ് നമ്മൾ u എന്ന് കൊടുത്തത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് u, ഇതെന്താവും, റൂട്ട് ഉണ്ടാവും, പിന്നെ 1 + 4r² u. സോ റൂട്ട് u എന്ന് കിട്ടും. r dr നമുക്ക് ഇവിടെ നിന്ന് എന്താ എഴുതാം, du/8 എന്ന് എഴുതാം. സോ du/8 dθ അങ്ങനെ തന്നെ ഉണ്ട്. ഈ ഇൻറ്റഗ്രൽ 0 to π/2 നമ്മളൊന്നും ചെയ്തില്ല, അതും അതുപോലെ തന്നെ വെക്കാം. പിന്നെ രണ്ടാമത്തെ ലിമിറ്റ് 0 to 2 ആയിരുന്ന ആറിൻ്റെ ലിമിറ്റ് 1 to 17 ആയിട്ടുണ്ട്. ഇനി അടുത്തത് 1 + r² ആണ്. 1 + r² ഇസ് ഈക്വൽ ടു എന്താണ്, u + 3/4 ആണ്. u ഇസ് ഈക്വൽ ടു 1 + 4r² എടുത്തത്. സോ 1 + r² നമുക്ക് u + 3/4 എന്ന് എഴുതാം. ഇനി ഇവിടെ 1/4 ഉണ്ട്, ഒരു 1/8 ഉണ്ട്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ സോ പുറത്ത് എന്താവും, k/32 ഇൻറ്റഗ്രൽ 0 to π/2 അത് അടുത്ത് തന്നെ വെച്ചു. അതിൻ്റെ തീറ്റ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഇൻറ്റഗ്രൽ 1 to 17 ആണ്. 1/4 × u + 3 × റൂട്ട് u du കൂടി അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് k/32 ഉണ്ട്, ഇൻറ്റഗ്രൽ 0 to π/2 ഇൻറ്റഗ്രൽ 1 to 17. അടുത്തത് എന്തായിരുന്നു, റൂട്ട് യുവിൻ്റെതാണ്. നമ്മൾ ആ ബ്രാക്കറ്റ് തുറന്നു, u + 3 × റൂട്ട് u എന്നായിരുന്നു. അപ്പോൾ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ റൂട്ട് u × u ദാറ്റ് ഈസ് u³ 3/2 പ്ലസ് 3 × റൂട്ട് u ദാറ്റ് ഈസ് 3 × u⁻²1/2 du dθ. k/32 കോൺസ്റ്റൻ്റ് ആണ്, അത് അവിടെ തന്നെ വെച്ചു. ഇൻറ്റഗ്രൽ 0 to π/2 അവിടെ വെച്ചു. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് നമ്മൾ. സോ ഇൻറ്റഗ്രൽ 1 to 17 u⁻³ പ്ലസ് 3 u⁻²1/2 du ആണ് ചെയ്യുന്നത്.
അപ്പോൾ ബാക്കിയുള്ള കോൺസ്റ്റൻ്റ് അവിടെ വെച്ചു. യു റേസ് ടു ഇൻ്റഗ്രൽ 1 to 70 യു റേസ് ടു 3/2. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? യു റേസ് ടു 3/2 പ്ലസ് 1/3/2 പ്ലസ് 1 പ്ലസ് 3 യു റേസ് ടു 1/2 du. അതെങ്ങനെ കിട്ടുക? 3 ഇൻറ്റു യു റേസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1 ഇൻറ്റു ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു k/32 ഇൻ്റഗ്രൽ 0 to π/2. ഇവിടെ എന്താ കിട്ടുക? യു റേസ് ടു 5/2/5/2 പ്ലസ് 3 യു റേസ് ടു 3/2/3/2 1 to 70 ലിമിറ്റ് അപ്ലൈ ചെയ്യണം ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് യു റേസ് ടു 5/2/5/2 ആണ് പ്ലസ് 3 യു റേസ് ടു 3/2/3/2 1 to 70 ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 5/2 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാം? k32/2 ഇൻ്റഗ്രൽ 0 to π/2. അത് അതേപോലെ തന്നെ ഇനി ഉള്ളിലുള്ളത് 5/2 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അത് 2/5 ആവും. പിന്നെ എന്താണ്? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 17 ആണ്. 17 റേസ് ടു 5/2 പ്ലസ് 2 ഇൻറ്റു 17 റേസ് ടു 3/2 എന്ന് കിട്ടും. മൈനസ് 2/5 പ്ലസ് 2 ഇൻറ്റു ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2k/32. എല്ലാത്തിലും 2 കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് 2നെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാം. പല രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ kπ/80 ഇൻറ്റു 187 ഇൻറ്റു √7 -3 എന്ന് കിട്ടും. ഇതാണ് നമ്മളെ മാസ് ഓഫ് ദ സർഫസ്.